നിർത്താൻ. എവിടെയും പോലീസ് ഇറങ്ങുന്നോ നോക്കിയിരിക്കുക. ക്യാമറയും നോക്കി ഇറങ്ങാൻ. എന്റെ കൈ മെനക്കെടുത്താതെ ഇതെല്ലാം വാരിക്കെട്ടി സ്ഥലം വിടാൻ നോക്ക്. കൈ മെനക്കെടുത്തുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ. നിങ്ങൾ ചെയ്യുന്ന ജോലി നാട്ടുകാർ കാണുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തന്റെ ഈ ഒടുക്ക് ക്യാമറ കണ്ടാൽ ഉടനെ കവാത്ത് മറക്കണ ഉണക്ക പോലീസുകാരനല്ല ഞാൻ. SI ജോൺ വർഗീസിനെ അതിന് കിട്ടില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ കയ്യൊപ്പോട് കൂടിയ ഒരു തുണ്ട് കടലാസിന്റെ ബലത്തിൽ ഒരു നേരത്തെ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവങ്ങളുടെ ജീവിതം താൻ തല്ലി തകർക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അത് ഈ നാട്ടിലെ ജനങ്ങളും കൂടി അറിയണം. ഫ്രെഡി, come on. വെൽക്കം ബാക്ക് ടു ട്രൂ വിഷൻ. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം XMP ഐസക് തോമസ് റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ 90 വർഷത്തെ പാട്ടത്തിന് സംഘടിപ്പിച്ചെടുത്തു. പതിവ് പോലെ തന്റെ സുഹൃത്തായ അബ്കാരി സച്ചിദാനന്ദനുമായുള്ള ഒരു കൂട്ടു ബിസിനസ്. ഇനി എല്ലാ കോർപ്പറേഷൻ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു ഹൈഫൈ മൾട്ടിപ്ലക്സ് വരും. അത് പണിയാനുള്ള മെറ്റീരിയൽസ് നിറച്ച ലോറികൾ ഇവിടെ കയറി ഇറങ്ങുന്നത് ഈ പാവങ്ങളുടെ നെഞ്ചത്തു കൂടിയാവണം. പോലീസിന്റെ കയ്യേറ്റ ശ്രമങ്ങളെ ചേർത്തുകൊണ്ടാണ് ഈ സ്റ്റോറി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ബൈ. തീർന്നിട്ടില്ല. കഥയുടെ ശേഷം ഭാഗം സ്ക്രീനിൽ ഇന്ന് വൈകിട്ട് 9 മണിക്ക് ട്രൂ വിഷൻ ചാനൽ. വിഷ് യു എ ഹാപ്പി വ്യൂ. എങ്ങനെ രാത്രി 9 മണിക്ക് അല്ലേ? എടുക്കണ കാസറ്റ്. അയാൾ പറഞ്ഞ ന്യായമല്ലേ? അയാളൊരു പത്രക്കാരനല്ലേ? മിസ്റ്റർ വിജയ്, താങ്ക് യു. TV കാണുന്നതിനേക്കാൾ ഫയർ ബ്രാൻഡാണ് മിസ്റ്റർ വിജയ്. ഞാൻ മേനോൻ, എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവേഴ്സ്, റിട്ടയർഡ് ജഡ്ജ്. അയ്യോ, ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട സർ. ഞാൻ സാറിന്റെയും ഫാനാണ്. എന്റെയോ? ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സാർ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഫയലായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രൂ വിഷൻ ചാനൽ അടുത്ത മാസം നടത്തുന്ന നീതിമേളയിലേക്ക് സാറിനെ ഒന്ന് വന്ന് ക്ഷണിക്കാൻ ഞാൻ നേരിട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഓ, മൈ പ്ലഷർ. ഇവിടെ വിജയ് പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. ഈ ഭാഗത്ത് കോർപ്പറേഷൻ ചട്ടങ്ങൾ അനുസരിച്ച് കെട്ടിയിരിക്കുന്ന ഒറ്റ കെട്ടിടം പോലും ഇല്ല. എന്നിട്ടും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനാണ് എല്ലാവർക്കും ധൃതി. സർ, ജസ്റ്റ് എ മിനിറ്റ്. ഫ്രെഡി, ഗെറ്റ് റെഡി. സർ, ഈ പറഞ്ഞത് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരിക്കൽ കൂടി പറയണം. ഇപ്പോഴോ? സർ, പ്ലീസ്. ഒരു എക്സ്പേർട്ട് കമന്റ് കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ എന്റെ സ്റ്റോറി സ്ട്രോങ്. താങ്ക് യു സർ. ഫ്രെഡി, റോളിംഗ്. യെസ് സർ. പറഞ്ഞോളൂ സർ. ഫുട്പാത്തിൽ സർ, ഇവിടെ നോക്കി. ഫുട്പാത്തിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് നിയമപരമായി ശരിയാണെന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാതെ ബഹളം ഉണ്ടാക്കരുത്. എല്ലാവർക്കും കൊടുക്കണം. കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ. Hello. Which floor? 5th.
അവിടെ ആരെ കാണാൻ? ഞാൻ ഇന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു 5Bയിൽ. 5B? What a surprise. I am in 5A. So, we are neighbors. ഞാൻ ശേഖര മേനോൻ. I am a judge. Retired judge. ഹലോ സർ. Hello. ഐ എം ജാസ്മിൻ. ഐ എം എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. Oh. ഇവിടെ ഇൻസോഫ്റ്റ് മൾട്ടിമീഡിയയിൽ ഞാൻ നാളെ ജോയിൻ ചെയ്യണം. Oh, fine. ഹലോ സർ. ഹലോ. എങ്ങോട്ടാ ഭാര്യ ഭർത്താവ്? ഇവളുടെ കസിന്റെ മകളുടെ മാരേജ് ആയിരുന്നു. ആ. അങ്ങ് ബോംബെയിലാ. ഓഹോ. ഇന്ന് അതിന്റെ പാർട്ടിയാ. താജിൽ. സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഫുഡ് വല്ലതും പാക്ക് ചെയ്തിട്ട് വരണോ? ഏയ്, I am fully equipped. ഒറ്റയ്ക്ക് കുറച്ച് ദിവസം തിന്നും കുടിച്ചും കഴിയുന്നതിന് സുഖം നമുക്കല്ലേ അറിയുള്ളൂ, അല്ലേ കൈമളെ? അതിപ്പോ ഇവളെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പറയാ? ഓക്കെ ബൈ. ശരി ബൈ. ഓ സോറി. ഇറ്റ്സ് ഓക്കേ. ഇന്നിങ്ങോട്ട് മൂവിയെ സ്ഥിതിക്ക് എല്ലാം ഒന്ന് സെറ്റിൽഡ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അതെ, ഞാനെല്ലാം ഒന്ന് അൺപാക്ക് ചെയ്തിട്ട് കൂടിയില്ല. അല്ല, അപ്പോ ഫാമിലി ഒക്കെ? ഫാമിലി എന്ന് പറയാൻ പാരന്റ്സേ ഉള്ളൂ. ദേ ലിവ് ഇൻ ബോംബെ. എന്റെ മോളും മരുമോനും ഡോക്ടേഴ്സാ. അവർ ഡൽഹി പോയിരിക്കുക ഒരു കോൺഫറൻസിന്. ക്രിസ്മസിന്റെ അന്നേ വരൂ. കൊച്ചുമക്കൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ നിന്ന് ഡിസ്കഷൻ പോയിരിക്കുക. അവരും ഇനി 5 ദിവസം കഴിഞ്ഞേ വരും. ഇതാ കണ്ടില്ലേ, കുക്ക് ചെയ്യാനുള്ള വകുപ്പൊക്കെ സംഘടിപ്പിച്ച് വരിക. അല്ല, വാട്ട് അബൌട്ട് യു? പാചകത്തിന്റെ ഏർപ്പാടൊക്കെ? ഞാൻ ഇതേവരെ അതേപ്പറ്റി ആലോചിച്ചിട്ടില്ല. ആലോചിക്കാനൊന്നുമില്ല. ജാസ്മിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ അത്താഴം എൻ്റെ ഒപ്പം. അയ്യോ വേണ്ട. ഏയ്, മറ്റൊന്നും പറയണ്ട. എൻ്റെ ഈ ഏകാന്തവാസത്തിനിടയ്ക്ക് ഓർക്കാതെ കിട്ടിയ അയൽക്കാരിയാണ് കുട്ടി. സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂസ്. അപ്പോൾ 8:30 മണിക്ക് ഇങ്ങോട്ടെത്തുക. എൻ്റെ കൈപുണ്യം നേരിട്ടറിയുക. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, കുട്ടി ഒട്ടും പേടിക്കണ്ട. ഞാൻ ഒരു അപകടകാരിയല്ല. ഐ ആം എ ഹാംലെസ് ഓൾഡ് മാൻ. ഓക്കെ. അല്ല, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലെന്ന്. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫോറിൻ ടൂർ പോവുകയാണ് നമ്മുടെ വ്യവസായ മന്ത്രിയോടൊപ്പം. ഞാനിപ്പോൾ XMP ആണ്, പ്രതിപക്ഷത്താണ്. എൻ്റെയും മന്ത്രിയുടെയും രാഷ്ട്രീയവും 2ആണ്. എന്നാലും ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം ഒന്നായതുകൊണ്ട് ഞാനൊന്ന് സമ്മതിച്ചു. മിസ്റ്റർ ഐസക്, ഇപ്പോഴും നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ശരിയാ. മേനോൻ സാറിനോട് ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടോ? പ്രശ്നം നമ്മുടെ സച്ചിദാനന്ദൻ്റെ കള്ളുകച്ചവടം തന്നെ. ഇയാൾക്ക് മാത്രമല്ല, എനിക്കും അതിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഇയാളുടെ ഡിസ്റ്റിലറിയിൽ നിന്ന് വൻതോതിൽ വ്യാജച്ചാരായവും സ്പിരിറ്റും വെളിയിലെത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കൗൺസിൽ സമരം തുടങ്ങിയിട്ട് നാള് കുറേയായി. പോലീസ് കേസും അന്വേഷണമൊക്കെ നടന്നു. ഒന്നും നാളിതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ കഷ്ടകാലത്തിന് ആ ആക്ഷൻ കൗൺസിൽ നേതാവ് കയറി അങ്ങ് തൂങ്ങിച്ചത്തു. അതെന്തോ കുടുംബ പ്രശ്നം എന്നാ കേട്ടെ. അത് കുടുംബ പ്രശ്നം തന്നെ. പോലീസിന്റെ കൺക്ലൂഷനും ആത്മഹത്യയാണെന്നാ. അതെ. പക്ഷേ സമരക്കാരെ പ്രീതിപ്പെടുത്താൻ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നാ ഞാൻ അറിഞ്ഞത്. ഐസക് സാറിന്റെ സോഴ്സിലൂടെ ഞങ്ങൾ അറിഞ്ഞത് ആ കമ്മീഷൻ സാറാണെന്നാണ്. ഞങ്ങള് യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും. സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഐ എം ഷുവർ യു വിൽ ഹെൽപ്പ് us out. നോ, ഇക്കാര്യത്തിൽ ഒരു സഹകരണവും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് തമ്മിൽ വീണ്ടും അടുക്കാൻ ദൈവം തന്ന അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സ്റ്റോപ്പ് ഇറ്റ് ഐസാക്. മനസാക്ഷിയെ വഞ്ചിച്ച് പ്രവർത്തിക്കാൻ ഇനി എന്നെ കിട്ടില്ല. സാറേ വേണ്ട വേണ്ട,
സാറിന്റെ മനസമാധാനം കളഞ്ഞിട്ട് നമുക്ക് ഒന്നും വേണ്ട. സാർ ഇന്ന് സർവ്വസമ്മതനാണ്. അനേകം ചാരിറ്റി ട്രസ്റ്റുകളുടെ ചെയർമാൻ, നീതിമേളകളിലൂടെ പാവപ്പെട്ടവർക്ക് നീതി നടപ്പാക്കുന്ന ജസ്റ്റിസ് മേനോൻ. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സൽപ്പേരൊക്കെ പോകാൻ എത്ര നേരം വേണം? ഇൻ ദ വിങ്ക് ഓഫ് an eye you fall from grace to disgrace. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അപകീർത്തി. ഭീഷണി കൊണ്ട് തന്നെ അനുസരിപ്പിക്കാൻ നോക്കണ്ട. ജീവിതത്തോട് ആർത്തിയുള്ളവർക്കേ ഭയമുള്ളൂ. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇനി സാറിനെ മെനക്കെടുത്തുന്നില്ല. പാടോ. വരട്ടെ മേനോൻ സാറേ, നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും.